Watch India's largest kids library only on Jio Hotstar. Download the app now. കൂട്ടുകാരെ, ഞങ്ങളുടെ പുതിയ ടാക്സി സർവീസ് നിങ്ങൾക്കൊക്കെ വേണ്ടിയാണ് തുറന്നിരിക്കുന്നത്. കൂട്ടുകാർക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങളുടെ ടാക്സി റേറ്റ് പകുതിയായി കുറച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇത് നിങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമായിരിക്കും. എന്റെ അമ്മോ, ഞാൻ ഉദ്ഘാടന ചടങ്ങിന് പോനോ വേണ്ടയോ? പത്തലു, ഒരാള് നമ്മുടെ അടുത്തേക്ക് നടന്നു വരുന്നില്ലേ? അയാളെ യൂണിഫോമിൽ കാണുമ്പോ നമ്മുടെ ചിങ്കം സാറിനെ പോലെ ഉണ്ടല്ലോ അല്ലേ? പക്ഷെ അദ്ദേഹത്തിന് മൂക്ക് നോക്കിയേ, ഒരു വൃത്തികെട്ട മൂക്കും. നിന്റെ കണ്ണടയൊന്ന് നോക്കട്ടെ പത്തലു, പ്ലീസ്. എന്റെ മോട്ടു കണ്ണടയൊക്കെ ഇട്ട് നോക്കേണ്ട ആവശ്യം എന്താ? അത് സാക്ഷാൽ ചിങ്കം സാറ് തന്നെയാ. എന്റെ അമ്മോ മോട്ടു, നിനക്ക് മര്യാദയ്ക്കൊരു നാളികേരം ഉടക്കാൻ അറിയില്ലേ? ഉദ്ഘാടന ചടങ്ങ് ഞാൻ വരാത്തത് കൊണ്ട് എന്റെ മീതാണ് നീ നാളികേരം ഉടക്കിയ ദുഷ്ട. നാ പിടിക്ക് നിന്റെ നാളികേരം. ഓ സോറി ചിങ്കം സാറേ, ഈ തേങ്ങയ്ക്ക് പോലും നിങ്ങൾ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു, കണ്ടില്ലേ? ഇന്ന് വാങ്ങിച്ചോ സാറേ. കഴിക്ക് നന്നായി വായിലേക്ക് അങ്ങ് കുത്തി നിറയ്ക്ക്. എന്റെ പൈശാചിക ബുദ്ധിയിൽ ഒരു അപകടകരമായ ഐഡിയ തോന്നുന്നുണ്ടേ. ഇവന്മാരുടെ മധുരം ഞാൻ എത്രയും പെട്ടെന്ന് കയ്പാക്കി മാറ്റുന്നതായിരിക്കും. എക്സ്ക്യൂസ് മീ, എനിക്ക് കമൽപൂരിൽ പോകണം. ടാക്സി ഒഴിവുണ്ടോ? ഇത് ഒഴിഞ്ഞു കിടക്കാണ് സാറേ, തീർച്ചയായും ഒഴിഞ്ഞു കിടക്കാണ്. വരൂ, മോട്ടു പത്ലു ടാക്സി സർവീസിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഓഹോ, ഇവര് കമൽപൂരിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ഇവരൊരിക്കലും മറക്കുന്നതായിരിക്കില്ല. ഇതോടെ മോട്ടു പത്ലുവിന്റെ ടാക്സി സർവീസ് വേറൊരു സർവീസിന് വേണ്ടി കാത്തിരിക്കേണ്ടതായി വരും. മോട്ടു ബ്രേക്ക് പിടിക്കേ. പത്തുലു, ഇനി ബ്രേക്ക് അടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെന്നാ തോന്നുന്നത്. കാരണം ഈ ടാക്സിയുടെ 4 ടയറും പഞ്ചറായി ഒരുമിച്ചല്ലേ നിന്നിരിക്കുന്നത്. എനിക്കതൊന്നും അറിയണ്ട. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് കമൽപൂർ എത്തിയേ മതിയാകൂ. മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉള്ളതാ. ഡോണ്ട് വറി സർ, ഡോണ്ട് വറി. ഞങ്ങൾ നിങ്ങളെ കമൽപൂരിലേക്ക് കൃത്യസമയത്ത് തന്നെ എത്തിക്കും. നിങ്ങൾ നിങ്ങളുടെ ബെൽറ്റ് നല്ലപോലെ ടൈറ്റ് ആയിട്ട് ഇട്ടോളൂ. ഓക്കെ? മോട്ടു അങ്ങോട്ട് നോക്ക, ഇതാ റെയിൽവേ ട്രാക്ക്. ഈ സമയത്ത് ഈ ട്രാക്കിലൂടെ ഒരു ട്രെയിനും വരാനും പോവാനും ഇല്ല. മുകളിലുള്ളവനെ പ്രാർത്ഥിച്ചിട്ട് വണ്ടി ട്രാക്കിലൂടെ വിട്, വേഗം. എന്തായി കാണിക്കുന്നേ? ഡോണ്ട് വറി, ബി ഹാപ്പി സർ. ഈ വഴി കൂടെ പോയാലേ നമ്മൾ കമൽപൂരിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരും. നിങ്ങളുടെ ടാക്സിയിൽ കയറിയത് എത്രയും പെട്ടെന്ന് എന്നെ കമൽപൂരിൽ എത്തിക്കേ. ഞാൻ നിങ്ങൾക്ക് ഡബിൾ പൈസ തരാം. സാർ, നമ്മളിപ്പോ കമൽപൂരിലേക്ക് പോവുകയല്ല, നമ്മളെല്ലാവരും കമൽപൂരിലേക്ക് എത്തിക്കഴിഞ്ഞു. ദേ കണ്ടില്ലേ ബോർഡ്? അമേസിംഗ്! നിങ്ങൾ രണ്ടുപേരും ഒരു സംഭവം തന്നെയാ. ഇത്രയും പെട്ടെന്ന് എന്നെ കമാൽപൂരിൽ എത്തിച്ചു കളഞ്ഞല്ലോ. കൊള്ളാം. ഐ എം വെരി മച്ച് ഇംപ്രസ്ഡ്. ഇതാ നിങ്ങളുടെ ട്രാവൽ ഫെയർ. ബാക്കി നിങ്ങളുടെ വണ്ടിക്ക് പറ്റിയ ഡാമേജിനും പിന്നെ എന്നെ സമയത്തിന് ഇവിടെ എത്തിച്ചതിന് ദേ ഇതുകൂടി നിങ്ങൾക്ക് ഇരിക്കട്ടെ. സാറേ, കസ്റ്റമറുടെ സേഫ്റ്റിയാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. ഈ എക്സ്ട്രാ പൈസയൊന്നും ഞങ്ങൾക്ക് വേണ്ടെന്നേ. പ്ലീസ് സാറേ. വെച്ചോളൂ. വീണ്ടും എനിക്ക് വല്ല ആവശ്യം വരികയാണെങ്കിൽ നിങ്ങളുടെ ടാക്സിയിൽ തന്നെ വരാം. ഓഹോ, ഞാൻ ആദ്യം കൊടുത്ത പണിതന്നെ പാളിയിരിക്കുകയാണ്. എന്നാലും കുഴപ്പമില്ല, തോൽവി സമ്മതിക്കുന്ന പ്രശ്നമേ ഇല്ല. അതെ ചേട്ടാ, ടാക്സി ഫ്രീ ആണോ? എന്നെ ഒന്ന് പെട്ടെന്ന് മോഡൽ സെറ്റിലേക്ക് ഒന്ന് കൊണ്ടുപോകണം. നിന്റെയൊക്കെ കളി ഇതോടെ കൂടി അവസാനിക്കുവാടാ. ബൈ ബൈ, സീ യു. വാടാ മക്കളെ. അല്ല ഡ്രൈവറെ, ടാക്സി എന്തിനാ ഇപ്പൊ നിർത്തിയേ? സോറി സാറേ, ടാക്സിയിൽ പെട്രോൾ തീർന്നു പോയതാണ്. എന്ത്?
രാത്രി ഏറെയായി ഈ കൊടുങ്കാടിന്റെ നടുവിലാ. എന്നിട്ട് നീ പറയണത് പെട്രോൾ തീർന്നു പോയെന്നാ. എന്നെ എങ്ങനെയെങ്കിലും ഈ കാട്ടിൽ നിന്ന് പുറത്തിറക്ക്. ഞാൻ ടാക്സിയിൽ നിന്ന് ഇറങ്ങാൻ പോണില്ല കേട്ടോ. ഡോണ്ട് വറി സർ, നിങ്ങളുടെ സേഫ്റ്റിയാണ് നിങ്ങളെക്കാളും ഞങ്ങൾക്ക് പ്രധാനം. അതുകൊണ്ട് പേടിക്കണ്ട, ഞങ്ങളുണ്ട് സാറേ നിങ്ങളുടെ കൂടെ. നടക്കന്റെ കുതിരെ ടിക് ടിക് ടിക്. കുതിരയെ നിൽക്കൂ. പത്തലു, നീ സാറ് ഇവിടെ തന്നെ ഇരിക്കുക കേട്ടോ. ഞാൻ ചെന്ന കുരുത്തം കെട്ട കുതിരയെ പിടിച്ചോണ്ട് വരാം കേട്ടോ. പത്തലു, കിട്ടിപ്പോയി കുതിരയെ. നിങ്ങൾ അവിടെ തന്നെ ഇരിക്കേ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം കേട്ടോ. വരൂ. നിങ്ങളെ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഇനി ഈ കുതിരയെ ഞാൻ വിടില്ല കേട്ടോ. കണ്ടില്ലേ, നല്ലപോലെ മുറുക്കി പിടിച്ചിട്ടുണ്ട്. നല്ലപോലെ മുറുക്കി പിടിച്ചിട്ടുണ്ടെന്ന്. ഇതിന് രക്ഷപ്പെടാൻ പറ്റില്ല. ഒന്ന് നീ ആ ലൈറ്റ് ഓൺ ചെയ്യ് പത്തലു. എന്റെ മോട്ടു, നീ ആദ്യം പിന്നിലേക്കൊന്ന് നോക്ക്. അതെ, എന്തിനാ ഞാൻ പുറകിലോട്ട് നോക്കുന്നത്? പത്തലു, ഫുർഫുറി നഗരത്തിൽ നിന്നല്ലേ നമ്മളിപ്പോ ഇങ്ങോട്ട് വന്നത്. മുന്നിലേക്ക് നോക്കൂ. മുന്നിലല്ലേ മോഡേൺ സിറ്റി ഉള്ളത്. ഇപ്രാവശ്യം ഞാൻ ഈ കുതിരപ്പുറത്ത് കയറി ഇരുന്നാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. പത്തലു, എന്താന്നറിയില്ല, ഈ കുതിരയ്ക്ക് നല്ല സുഖമില്ലെന്നാണ് തോന്നുന്നത്. നീ ഒന്ന് നോക്കിക്കേ, ഇതിന്റെ ഹൈറ്റും വല്ലാണ്ട് അങ്ങ് കുറഞ്ഞിരിക്കുന്നു. മാത്രമല്ല കളർ നോക്കിക്കേ. ആദ്യം ഈ കുതിരയ്ക്ക് നല്ല വെള്ള കളറായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, മഞ്ഞയും അതിൽ കുറെ കറുത്ത വരകളുമാണ് ഉള്ളത്. എന്റെ മോട്ടു, അത് കുതിരയല്ല, ടൈഗറാണ്. ടൈഗർ! മോട്ടു പത്തലു, നിങ്ങൾ ശരിക്കും ധീരന്മാര് തന്നെയാ. ഇത്രയും ബുദ്ധിമുട്ടിലും നിങ്ങളെ വിശ്വാസം നഷ്ടപ്പെട്ടില്ല. ഇന്നാ നിങ്ങളുടെ പേയ്മെന്റ്. അയാള് നന്നായി പുകഴ്ത്തിയെന്നാ തോന്നുന്നത്. ഇവന്മാരെ മിസൈലിന് കെട്ടി പറപ്പിക്കാനാ എനിക്ക് തോന്നുന്നത്. എന്റെ കാലും പോയി. പത്തലു, എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. എങ്ങനെയാണ് നമ്മുടെ കാറിലുള്ള പെട്രോൾ ഇത്ര പെട്ടെന്ന് തീർന്നു പോയതെന്ന്. കാരണം ഞാനല്ലേ ഈ ടാങ്കിൽ ഫുള്ളും പെട്രോൾ അടിച്ചു വെച്ചത്. അത് മാത്രമല്ല, ടാക്സിയുടെ 4 ടയർ പഞ്ചറും ആയി. അതിനുശേഷം പെട്രോളും തീർന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇത് ആ ജോണിന്റെ പണിയാണെന്നാണ്. ഇനി ആ ജോണാണ് ഇതൊക്കെ ചെയ്തിരുന്നതെങ്കിൽ പിന്നെ ആ കുതിരയ്ക്ക് പകരം ഞാൻ ജോണിനെ ആയിരിക്കും ഈ കാറിന് മുമ്പിൽ കെട്ടിയിടുക. മോട്ടു, ദേഷ്യത്തോടെയല്ല, സമാധാനത്തോടെ ജോലി ചെയ്യേ. എന്നാ പിന്നെ വേഗത്തിൽ എന്തെങ്കിലും ആലോചിക്കേ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? ഐഡിയ. ഡോക്ടർ ജഡ്കയോട് ഐഡിയ ചോദിക്കാം. ഡോക്ടർ ജഡ്ക, ജോൺ ഞങ്ങളുടെ ടാക്സിയെ ഓയ് മോട്ടു പത്തലു ചങ്കുകളെ, എന്റെ രോഗികളാണ് സത്യം. നിങ്ങളുടെ പ്രശ്നം എനിക്ക് മനസ്സിലായി. ഞാൻ നിങ്ങൾക്ക് ഇപ്പോ ഒരു ഹൈടെക് ആയ ടാക്സി ഉണ്ടാക്കി തരാം. അതില്ല ജോണിന് ഒരു ചുക്കം ചെയ്യാൻ കഴിയില്ല. ഡ്രൈവർലെസ് ടാക്സി. ഇതില് കസ്റ്റമർ ആവുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് ചിലപ്പോ യാത്ര ചെയ്യാൻ പറ്റിയാലോ. ഈ ടാക്സി അടിച്ചോണ്ട് പോകുവാനും പറ്റും. അതിനുശേഷം ഈ ടാക്സി എനിക്കാണ്, ബിസിനസ്സും എനിക്കാണ്. ഹലോ, ഞങ്ങൾ നിങ്ങളുടെ ഈ ഡ്രൈവർലെസ് ടാക്സിക്ക് ആദ്യത്തെ കസ്റ്റമർ ആകാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എന്ത് പറയുന്നു? നിങ്ങൾക്ക് ടാക്സിയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സീറ്റ് ബെൽറ്റ് നിങ്ങൾ കെട്ടു. എന്നിട്ട് നിങ്ങളുടെ വലതുവശത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കൂ. കാറ് തന്നെ ഓടുന്നു. അത് ഞാൻ സ്വയം ഒന്ന് രക്ഷപ്പെടട്ടെ. എന്നിട്ടല്ലടാ നിന്റെ ഒക്കെ കാര്യം. രക്ഷിക്കണേ, ഈ വണ്ടി ഒന്ന് പിടിച്ച് നിർത്തണേ. എന്റെ അമ്മോ, ഇത് എന്തൊരു ടാക്സിയാണോ? ടാക്സിയിൽ നിങ്ങൾക്ക് സ്വാഗതം. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇറങ്ങാം. ഓഹോ, ഇതെന്ത് പണ്ടാരം പിടിച്ച ടാക്സിയാണേ. ഇത് വിറ്റാലും 5 പൈസ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ അമ്മോ, ഇനി വേറെ ഞാൻ ഇതുപോലത്തെ ടാക്സിയിൽ കയറത്തേ ഇല്ല.
ഡോറ് തുറക്ക, ഒന്ന് വേഗം ഡോറ് തുറക്ക, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും ചീങ്കണ്ണിയുടെ വായിലാവും. തുറക്ക്. അടുത്തേക്ക് വരരുത്, അടുത്തേക്ക് വരരുത്. പുറകോട്ട് പോ, പുറകോട്ട് പോവാൻ. സോറി, എല്ലാം സംഭവിച്ചു പോയി. നമ്മൾ ചെയ്യുന്ന ജോലിക്കനുസരിച്ചായിരിക്കും നമുക്ക് ഫലം കിട്ടുക. ഇപ്പോഴാണ് എനിക്കെല്ലാം മനസ്സിലായത്. സോറി സോറി. ഓഹോ, ബോട്ട് പത്രു, ഇത് നിങ്ങളായിരുന്നു അല്ലേ? എന്നാലും എന്നോട് ഇത് വേണ്ടായിരുന്നു. ചീറ്റിംഗ്, ദ്രോഹം. ഇനി എങ്ങാനും നീ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുവോ? പറ, വരൂ. ചിങ്കം സാർ നിന്റെ വരവ് നോക്കി ജയിലിൽ കാത്തിരിക്കുകയാണ്, മനസ്സിലായോ? ഇത് ഒറിജിനൽ ആണോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണോ? ഹാൻഡ്സ് അപ്പ് ജോർജ്. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. അറിയാമല്ലോ, ഇംപോസിബിൾ. Watch India's largest kids library only on Geo Hotstar. Download the app now.